നവംബർ 14 ശിശുദിനമാണല്ലോ. ശിശുദിനം എന്ന് പറയുമ്പോൾ നമ്മുടെ ഓർമ്മയിലേക്ക് എത്തുക ഇന്ത്യയെ കണ്ടെത്തിയ നെഹ്റുവിൻ്റെ മുഖമാണ്. അദ്ദേഹം ശിശുക്കളോട് എത്ര സ്നേഹമുള്ളവനായിരുന്നു എന്നുള്ള ആ ഒരു ചിന്ത തന്നെയാണ് അദ്ദേഹത്തിൻ്റെ ജന്മദിനമായ നവംബർ 14 ശിശുദിനമായിട്ട് ആഘോഷിക്കുന്നത്. നെഹ്റു എങ്ങനെയായിരുന്നു നമുക്കറിയാം. ഇന്ത്യയെ സ്വാതന്ത്ര്യത്തിലേക്ക് നയിക്കുന്നതിന് ഏറ്റവും കൂടുതൽ ഭൗതികമായും ശാരീരികമായും ഒക്കെ സംഭാവന ചെയ്ത മഹാത്മാഗാന്ധി കഴിഞ്ഞാൽ അത് ഏറ്റവും കൂടുതൽ ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി, ഇന്ത്യയുടെ അതിനുശേഷമുള്ള വളർച്ചയ്ക്ക് വേണ്ടിയൊക്കെ ഭൗതികമായി ശാരീരികമായി, അതായത് ഏറ്റവും കൂടുതൽ കാലം ജയിലിൽ കിടന്ന മഹാരഥനാണ് നെഹ്റു. അതുപോലെ തന്നെ ബുദ്ധിപരമായ സംഭാവന അദ്ദേഹത്തിന് ഡിസ്കവറി ഓഫ് ഇന്ത്യ എഴുതിയതുപോലെ അതിനകത്തൊക്കെ പറയുന്നത് ഇന്ത്യ എങ്ങനെ വളരണം, ഏത് ദിശയിലൂടെ വളരണം എന്നൊക്കെ ഉള്ള കാര്യങ്ങളാണ്. അതുപോലെ തന്നെയാണ് ഭൗതികമായി ഉള്ള കോൺട്രിബ്യൂഷനോട് ഒപ്പം തന്നെയാണ് വലിയ ജന്മി കുടുംബമായിരുന്ന അദ്ദേഹത്തിന് വളരെ വലിയ തോതിലാണ് സാമ്പത്തികമായി അദ്ദേഹം ഇന്ത്യയുടെ ആ വഴികളിലൂടെ, അതായത് സ്വാതന്ത്ര്യ സമരത്തിന്റെ വഴികളിലൂടെ നയിക്കുമ്പോൾ ഒരുപാട് ധനം വ്യയം ചെയ്തു. അതിനുശേഷം സ്വാതന്ത്ര്യലബ്ധിക്ക് ശേഷവും ഓരോ ഇൻസ്റ്റിറ്റ്യൂഷനും പടുത്തുയർത്തുന്നതിന് വേണ്ടി അവിടെയൊക്കെ സാമ്പത്തികമായും കയ്യൊപ്പ് ചാർത്തിയ കുടുംബമായിരുന്നു നെഹ്റുവിൻ്റെ കുടുംബം. അങ്ങനെയുള്ള ഒരു കുടുംബത്തെ പറ്റിയാണ് നാം ഈ ശിശുദിനത്തിൽ ഓർത്തു പോകുന്നത്. അപ്പോൾ അദ്ദേഹം എന്താണ് കുഞ്ഞുങ്ങളെ പറ്റി പറഞ്ഞിരിക്കുന്നത്? കുഞ്ഞുങ്ങൾ പൂന്തോട്ടത്തിലെ മുകുളങ്ങൾ പോലെയാണ്, അവയെ ശ്രദ്ധയോടെയും സ്നേഹത്തോടെയും പരിപാലിക്കണം എന്നാണ് നെഹ്റു പറഞ്ഞിരിക്കുന്നത്. നെഹ്റുവിന് കുഞ്ഞുങ്ങളെ പറ്റിയുള്ള ചിന്തകൾ നിരവധിയാണ്. അച്ഛൻ മകൾക്കയച്ച കത്തുകൾ ഉടനീളം ആ സ്നേഹം, കുഞ്ഞുങ്ങളോടുള്ള സ്നേഹം നിഴലിക്കുന്നത് കാണാം. നമ്മുടെ പുതിയ തലമുറ അച്ഛൻ മകൾക്കയച്ച കത്തുകളൊന്നും വായിച്ചിട്ടില്ലെങ്കിൽ അത് വായിക്കുന്നത് എപ്പോഴും നല്ലതാണ്. അതുപോലെ തന്നെ ഡിസ്കവറി ഓഫ് ഇന്ത്യ, നെഹ്റുവിൻ്റെ ഡിസ്കവറി ഓഫ് ഇന്ത്യയിലൂടെ കടന്നു പോകുമ്പോൾ നാം ഓരോരുത്തരും ഇന്ത്യയെ കണ്ടെത്തുകയാണ് ചെയ്യുന്നത്. അദ്ദേഹത്തിൻ്റെ ഗ്രാൻഡ് സൺ നമ്മുടെ രാഹുൽ ഗാന്ധി ഇന്ത്യയെ കണ്ടെത്തി. ഇന്ത്യയെ എങ്ങനെയാണ് കണ്ടെത്തിയത്? അത് ഒരുപക്ഷെ നെഹ്റു കണ്ടെത്തിയതിനേക്കാളും വ്യത്യസ്തമായ രീതിയിലാണ്. അതായത് ഇന്ത്യയിൽ അങ്ങോളം ഇങ്ങോളം നടന്ന് സാധാരണക്കാരുമായി സംവദിച്ച് അവരോടൊത്ത് ആഹാരം കഴിച്ച് അവരോടൊത്ത് ദിനങ്ങൾ കഴിച്ചുകൂട്ടി ഇന്ത്യയെ കണ്ടെത്തിയ രാഹുൽ ഗാന്ധി ശരിക്കു പറഞ്ഞാൽ തൻ്റെ മുത്തച്ഛന് കൊടുത്ത ഏറ്റവും വലിയ ശ്രദ്ധാഞ്ജലിയാണ് അദ്ദേഹത്തിൻ്റെ ആ ഇന്ത്യയെ കണ്ടെത്താനുള്ള അങ്ങനെ കണ്ടെത്തൽ എന്നാണ് എനിക്ക് തോന്നുന്നത്. മാത്രവുമല്ല, രാഹുൽ ഗാന്ധി ഇന്ത്യയെ കണ്ടെത്താനുള്ള നടപ്പിന് ശേഷം അദ്ദേഹത്തിന്റെ ജീവിതത്തിലേക്ക് വന്ന ലാളിത്യം, ഇന്ത്യയെ കണ്ടെത്തിയപ്പോൾ അദ്ദേഹത്തിന് തീർച്ചയായും മനസ്സിലായി സാധാരണ ഇന്ത്യക്കാരന്റെ വേദനകളും യാതനകളും, അവൻ ഇനി എത്ര ദൂരം നടന്നാലാണ് ഒരു വികസിത അവസ്ഥയിലേക്ക് എത്തുക. അവന്റെ വിദ്യാഭ്യാസം, ആരോഗ്യം ഇവയൊക്കെ മെച്ചപ്പെട്ട് അവന്റെ ജീവിത നിലവാരം ഉയർന്ന ജീവിത നിലവാരത്തിലേക്ക്, അഥവാ വികസിത നിലവാരത്തിലേക്ക് അവൻ എത്തിച്ചേരണമെങ്കിൽ ഇനി എത്ര കാതം താണ്ടേണ്ടിയിരിക്കുന്നു എന്ന് രാഹുൽ ഗാന്ധി മനസ്സിലാക്കിയത് കൊണ്ടാണ് അദ്ദേഹം അങ്ങനെ ലാളിത്യത്തിലേക്ക് നീങ്ങുന്ന ഒരു കാഴ്ച, ജീവിതത്തെ ലാളിത്യവൽക്കരിക്കുന്ന ഒരു കാഴ്ച നാം കണ്ടത്. ഓക്കെ, അപ്പൊ നമുക്ക് വരാം. ഇപ്പോൾ ഞാൻ ഈ ശിശുദിനത്തെ ആഘോഷിക്കുന്നത് അല്ലെങ്കിൽ ശിശുദിനത്തെ പറ്റിയുള്ള എൻ്റെ സ്മരണ ഞാൻ പക്ഷേ ഈ കുഞ്ഞുങ്ങൾ പുഷ്പങ്ങളാണ് എന്നതിൽ ഒതുക്കാൻ ആഗ്രഹിക്കുന്നില്ല പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ. കാരണം ഇപ്പോൾ ജയിലിൽ നിന്ന്, അതായത് കഴിഞ്ഞ 9-ാം തീയതി വന്ന കോടതി വിധി നമ്മൾ ഓർക്കുന്നു. ജസ്റ്റിസ് ബദറുദ്ദീന്റെ, ഹൈക്കോടതി ജസ്റ്റിസ് ബദറുദ്ദീന്റെ വിധിയാണ് എൻ്റെ മനസ്സിലേക്ക് കടന്നു വരുന്നത്. എന്തായിരുന്നു ജസ്റ്റിസ് ബദറുദ്ദീന്റെ വിധി? എല്ലാ പത്രങ്ങളിലും അത് നന്നായി കാണിച്ചിരുന്നു. എന്തായിരുന്നു അദ്ദേഹത്തിന്റെ വിധി? അദ്ദേഹത്തിന്റെ വിധി അധ്യാപകർ പഠിപ്പിക്കുന്നത് ജയിലിലാകുമോ എന്ന ഭയത്തോടെയാണ് എന്നാണ് ആ വിധിയുടെ അന്തസത്ത. അങ്ങനെ ഒരു വിധി പുറപ്പെടുവിക്കണം എങ്കിൽ അതിന്റെ പുറകിൽ എന്തൊക്കെയായിരിക്കണം കാരണങ്ങൾ ഉണ്ടായിരുന്നത്? നമുക്കറിയാം, തൃശ്ശൂർ ജില്ലയിലെ ഒരു സ്കൂളിലെ ഒരു അധ്യാപിക സ്വന്തം കുട്ടിയെ അടിച്ചു. എന്തിനാണ് അടിച്ചത്? കാലിന്മേൽ കാൽ കയറ്റി ആ കുട്ടി, 7-ാം ക്ലാസ്സിലെ കുട്ടിയാണ്,
7ാം ക്ലാസ്സിലെ കുട്ടി ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുന്ന വേളയിൽ കാലിന്മേൽ കാൽ കയറ്റി, ഡെസ്കേലാണെന്ന് ഓർക്കണം, ഡെസ്കിന്റെ മുകളിൽ കാല് കയറ്റി വെച്ചുകൊണ്ടിരുന്നു. ഒന്ന് ആലോചിച്ചു നോക്കൂ, ഡെസ്കിന്റെ മുകളിൽ കാല് കയറ്റി വെച്ച് അധ്യാപിക ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഡെസ്കിന്റെ മുകളിൽ കാല് കയറ്റി വെച്ചുകൊണ്ടിരിക്കുന്ന കുട്ടിയുടെ ശ്രദ്ധ ആ അധ്യാപനത്തിൽ എത്രമാത്രം ഉണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാം. അതായത് ഗുരു മുഖത്ത് നിന്ന് പഠിക്കുക എന്നാണ് നമ്മളെ ആചാര്യന്മാർ പഠിപ്പിച്ചിരിക്കുന്നത്. ഗുരുമുഖത്ത് നിന്ന് പഠിക്കുക, അങ്ങനെ ഗുരുമുഖത്ത് നിന്ന് പഠിക്കുക എന്ന് ആചാര്യന്മാർ പഠിപ്പിച്ച ഒരു സ്കൂളിൽ, പഠിപ്പിച്ച ഒരു രാജ്യത്ത് ആണ് ടീച്ചർ ക്ലാസ്സിൽ പഠിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഡെസ്കിൽ കാല് കയറ്റി വെച്ച് ഒരു വിദ്യാർത്ഥി ഇരിക്കുക, 7ാം ക്ലാസ് വിദ്യാർത്ഥി ഇരിക്കുക. അപ്പോൾ ഇവിടെ അത് പറ്റില്ല, അത് വീട്ടിലേ അത് പറ്റൂ, ഇവിടെ ക്ലാസ്, ഇവിടെ കാല് താഴ്ത്തിയിട്ടും നേരെ ഇരിക്കൂ എന്ന് ആ ടീച്ചർ ആ കുട്ടിയോട് പറയുന്നു, നിർദ്ദേശിക്കുന്നു. അങ്ങനെ നിർദ്ദേശിക്കുന്നത് ആ കുട്ടിയെ ഒരു തരത്തിലും ഇകഴ്ത്താൻ വേണ്ടിയല്ല, ആ കുട്ടിക്ക് ഒരു നല്ല പാഠം കാണിച്ചു കൊടുക്കാൻ വേണ്ടി മാത്രമാണ്. എങ്ങനെ ക്ലാസ് മുറികളിൽ ബിഹേവ് ചെയ്യണം, പെരുമാറണം എന്ന് പഠിപ്പിക്കുക മാത്രമാണ് ആ ടീച്ചർ. അതായത് ടീച്ചറിന്റെ വളരെ ജാഗ്രതയോട് കൂടിയ ഒരു ടീച്ചറാണ് എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ. ആ ജാഗ്രതയാണ് ആ കുട്ടിയുടെ മുൻപിൽ ടീച്ചർ കാണിച്ചത്. അങ്ങനെ കാണിച്ചപ്പോൾ കുട്ടി എൻ്റെ വീട്ടുകാരെ പറയുന്നോ എന്ന് പറഞ്ഞ്, എവിടെയാണ് വീട്ടുകാരെ പറഞ്ഞത്? വീട്ടില് കയറ്റി വെച്ചാൽ കുഴപ്പമില്ല, പക്ഷെ ക്ലാസ് മുറിയിൽ അത് പാടില്ല. എന്താണ് ടീച്ചർ പറഞ്ഞത്? വീട്ടുകാരെ ഒരു തരത്തിലും അവർ ദൂഷിച്ചു പറഞ്ഞില്ല. എന്നിട്ടും ആ കുട്ടി അനാവശ്യം പറഞ്ഞു ടീച്ചറോട് പറഞ്ഞ അനാവശ്യം എന്താണെന്ന് പത്രങ്ങളിലൊന്നും നാം കണ്ടില്ല. അതെന്തുമാകട്ടെ, അങ്ങനെ പറഞ്ഞതുകൊണ്ട് ടീച്ചർ ആ കുട്ടിക്ക് ഒരടി കൊടുക്കുന്നു. ആ അടിയുടെ പേരിലാണ് ടീച്ചർക്കെതിരെ കേസുമായി കുട്ടിയുടെ കുടുംബം കോടതിയിലെത്തുന്നത്. അപ്പോൾ ബാലനീതിക്ക് എതിരെ ടീച്ചർ പ്രവർത്തിച്ചു എന്ന് പറഞ്ഞാണ് ടീച്ചർക്കെതിരെ കേസ് കൊടുത്തത്. അപ്പൊ നമ്മൾ ഓർക്കണം, ലോകം എത്രമാത്രം മാറിപ്പോയിരിക്കുന്നു. നെഹ്റു കുട്ടികൾ പൂമൊട്ടുകളാണ് എന്നൊക്കെ പറയുന്ന രീതിയിൽ, അതുപോലെ തന്നെ ബൈബിളിൽ ഒരു വാചകമുണ്ട്, ശിശുക്കൾ എൻ്റെ അടുക്കൽ വരുവാൻ അവരെ അനുവദിക്കുവിൻ, അവരെ ആരും തടയരുതെന്ന് യേശു പറയുന്ന ഒരു വചനമുണ്ട്. അപ്പൊ ശിശുക്കൾ, അത് ഈശ്വരന്റെ ഏറ്റവും നന്മയുടെ രൂപമാണ് ശിശുക്കൾ എന്ന് പറയുന്നത്. ദൈവത്തിന്റെ നന്മയുടെ രൂപമാണ് ശിശുക്കൾ എന്ന് പറയുന്നത്. പക്ഷെ ആ ശിശുക്കളെ ഈ ലോകത്തേക്ക് വന്നു കഴിഞ്ഞാല്, ഈ ലോകത്തിന്റെ മധ്യത്തിൽ ജീവിക്കുമ്പോൾ ഒരുപാട് തരത്തില് കറ ഏൽക്കാൻ, അതായത് മാറ്റങ്ങൾ സംഭവിക്കാൻ സാധ്യതയുണ്ട് എന്നുള്ളതിന്റെ ഒരു തെളിവാണ് കാലിന്മേൽ കാല് കയറ്റി വെക്കുകയല്ല, അതിനേക്കാൾ മോശമായ രീതിയിൽ ഡെസ്കിൽ കാല് കയറ്റി വെച്ച് എന്നിട്ട് അത് അരുത് എന്ന് പറയുന്ന, ഉപദേശിക്കുന്ന അധ്യാപികയെ ചീത്ത വിളിച്ച് ആ ടീച്ചറിനെതിരായിട്ട് മകൻ വീട്ടിൽ ചെന്ന് കംപ്ലൈന്റ് പറഞ്ഞു കാണും, കേസ് കൊടുക്കുന്നു. അങ്ങനെ കേസ് കൊടുത്ത് അതിനെതിരെയാണ്, ആ കേസിനെതിരെ ആണ് ഇങ്ങനെ ഒരു വിധി ബഹുമാനപ്പെട്ട ഹൈക്കോടതി ജസ്റ്റിസ് ബദറുദ്ദീൻ ഉരുവിടുന്നത്. അതായത് അധ്യാപകർ പഠിപ്പിക്കുന്നത് ജയിലിലാകുമോ എന്ന ഭയത്തോടെയാണെന്ന്. ഇങ്ങനെ തൊട്ടതിനും പിടിച്ചതിനും ജയിലിൽ പോകുന്ന മാതാപിതാക്കൾ ഉണ്ടെങ്കിൽ ഏത് അധ്യാപകർക്കാണ് ആത്മാർത്ഥതയോടെ ക്ലാസ്സിൽ പെരുമാറാൻ കഴിയുക, പഠിപ്പിക്കാൻ കഴിയുക? അപ്പൊ നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം, ഗുരുമുഖത്ത് നിന്ന് പഠിക്കുക എന്ന് പറയുന്ന ആചാര്യൻ തീർച്ചയായിട്ടും ഗുരു നല്ലത് മാത്രമേ പഠിപ്പിക്കൂ എന്ന് ഉദ്ദേശിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നാം വേറൊരു ഉദാഹരണം കൂടി ജസ്റ്റിസ് തന്നെ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്, ഏകലവ്യന്റെ ഉദാഹരണം. മഹാഭാരതത്തിലെ വളരെ വിശിഷ്ടമായി ആരും മറക്കാത്ത കഥാപാത്രമാണ് ഏകലവ്യൻ. അദ്ദേഹത്തിന്റെ ഗുരുനാഥനെ അദ്ദേഹത്തിന് കണ്ട് അദ്ദേഹത്തിന് വായിൽ നിന്ന് ഒരു വാക്കുപോലും കേട്ടു പഠിക്കാനോ അല്ലെങ്കിൽ അസ്ത്രവിദ്യ അഭ്യസിക്കാൻ, അതിനാണ് അദ്ദേഹം ഗുരുവിനെ അപ്രോച്ച് ചെയ്യുന്നത്. പക്ഷെ അസ്ത്രവിദ്യ അഭ്യസിക്കാൻ ഗുരുവിന്റെ അടുത്ത് അദ്ദേഹത്തിന് പറ്റിയില്ല. പക്ഷെ അദ്ദേഹം അനുഗ്രഹം വാങ്ങി പോയിട്ട് എന്താ ചെയ്തത്? ഗുരുവിന്റെ പ്രതിമയുണ്ടാക്കി വെച്ച് ആ പ്രതിമയിൽ നോക്കി വണങ്ങിയതിന് ശേഷമാണ് തന്റെ അസ്ത്ര അഭ്യസനം നടത്തിയത്. അങ്ങനെ അഭ്യസനം നടത്തി ഒരു പക്ഷേ ലോകത്താരെക്കാളും മിടുക്കനായ അസ്ത്ര അഭ്യാസിയായിട്ടാണ് ഏകലവ്യൻ ഗുരുനാഥന്റെ അടുത്ത് ചോദിച്ചു ചെല്ലുന്നത്. ഗുരുദക്ഷിണ എന്ത് വേണം എന്ന് ചോദിച്ചു ചെല്ലുന്നത്. അപ്പോ ആ ഗുരു നാം ആരും പ്രതീക്ഷിക്കാത്ത ഉത്തരമല്ല കൊടുക്കുന്നത്, പെരുവിരൽ വേണമെന്നാണ് ആവശ്യപ്പെടുന്നത്. അപ്പോ ഓർക്കണം, അത്ര നന്നായിട്ട് അസ്ത്രവിദ്യ അഭ്യസിച്ച
ഏകലവ്യന് പിന്നെ ഒരിക്കലും പെരുവിരൽ കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ഒരിക്കലും അസ്ത്രവിദ്യയിൽ മിടുക്കനാകാൻ പറ്റുകയില്ല. എന്നിട്ട് പോലും അതൊന്നും ആലോചിക്കാതെ ഗുരു ആവശ്യപ്പെട്ടത് എടുത്തു കൊടുത്ത ഒരു ഏകലവ്യന്റെ കഥ പറഞ്ഞാണ് മഹാഭാരതം ഗുരുക്കന്മാരെ എങ്ങനെ കാണണം എന്ന് നമ്മളെ പഠിപ്പിക്കുന്നത്. അങ്ങനെയുള്ള ഒരു മഹാഭാരതം പിറന്ന മണ്ണിലാണ് ഇതുപോലെ ഒരു നല്ല പാഠം പഠിപ്പിച്ചതിന്റെ പേരിൽ അധ്യാപികക്കെതിരെ കേസിന് പോകുന്നതും കോടതി ഇങ്ങനെ ഇടപെടേണ്ടി വരുന്നതും. അപ്പൊ നമുക്കറിയാം, നമ്മൾ കേട്ടിട്ടുള്ള ഒരു ചൊല്ലുണ്ട്, സ്പെയർ ദ റോഡ് ആൻഡ് സ്പോയിൽ ദ ചൈൽഡ്. അതായത് വടി മാറ്റിവെച്ച് വടി ഉപയോഗിക്കാതെ ഇരുന്ന് കുട്ടിയെ വഷളാക്കുക. അതാണ് ആ സ്പെയർ ദ റോഡ് ആൻഡ് സ്പോയിൽ ദ ചൈൽഡ് എന്ന് പറഞ്ഞാൽ. അത് തന്നെയാണ് ഇന്ന് പല സ്ഥലങ്ങളിലും നടക്കുന്നത്. വെസ്റ്റേൺ കൺട്രീസിൽ അതിന്റെ മുഖ്യ മേഖലയായി തീർന്നിട്ടുണ്ട് വെസ്റ്റേൺ കൺട്രീസ്. അപ്പൊ എന്തുകൊണ്ടാണ് ഈ വെസ്റ്റേൺ കൺട്രീസിൽ ഒരു തരത്തിലും കുട്ടികളെ ഭയപ്പെടുത്താൻ പാടില്ല, വടി ഉപയോഗിക്കാൻ പാടില്ല, വഴക്ക് പറയാൻ പാടില്ല, ഈ തരത്തിലുള്ള നിയമങ്ങളും നിയന്ത്രണങ്ങളും ഒക്കെ ഉണ്ടായത് എന്തുകൊണ്ടാണ്? എനിക്ക് തോന്നുന്നു 1970-കൾ 80-കൾ 90-കൾ. ഇപ്പൊ അതത്ര കൂടുതലില്ല, കുറഞ്ഞു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. വലിയ തോതില് ഡൈവോഴ്സ് റേറ്റ്സ് സ്കൈ റോക്കറ്റ് ചെയ്തിരുന്നു. പിന്നെ തൊട്ടതിനും പിടിച്ചതിനും ഒക്കെ ഭാര്യ ഭർത്താക്കന്മാര് പിണങ്ങി ഡൈവോഴ്സ് ചെയ്തു പോവുക. അപ്പൊ ഒരു ഐറിഷ് ചൊല്ലാണ് എൻ്റെ ഓർമ്മയിലേക്ക് വരിക, നോ മാൻ വാണ്ടഡ് ടു ഫാദർ സംബഡി എൽസസ് ചൈൽഡ്. ഒരു മനുഷ്യനും മറ്റൊരുവന്റെ കുഞ്ഞിന്റെ ഫാദർ ആകാൻ ആഗ്രഹിക്കുന്നില്ലെന്ന്. അതായത് ഡൈവോഴ്സ് കഴിഞ്ഞ വീണ്ടും കെട്ടുന്നു, അപ്പൊ ഭർത്താവിന് വേറെ ഭാര്യയായി, കുട്ടികളായി. അപ്പം എപ്പോഴും കുട്ടികൾ താമസിക്കുന്നത് സ്വന്തം അച്ഛനമ്മമാരുടെ കൂടെ ആയിരിക്കണം എന്നില്ല. ഒന്നുകിൽ അച്ഛൻ സ്വന്തമായിരിക്കും, അല്ലെങ്കിൽ അമ്മ സ്വന്തമായിരിക്കും. അച്ഛനും അമ്മയും സ്വന്തമായി കഴിയുന്ന കുട്ടികൾ വളരെ കുറവായ ഒരു കാലഘട്ടത്തിലേക്ക് യൂറോപ്യൻ കൺട്രീസും അതുപോലെ തന്നെ US പോലെയുള്ള രാജ്യങ്ങളും കടന്നുപോയ കാലഘട്ടങ്ങളുണ്ട്. ഇന്ന് അവരതിൽ നിന്നൊക്കെ ഒത്തിരി മാറിയെന്നും കൂടി ഓർക്കണം. അത്തരം കാലഘട്ടങ്ങളിൽ ഐറിഷ് പഴഞ്ചൊല്ല് പറയുന്നത് പോലെ നോ മാൻ വാണ്ടഡ് ടു ഫാദർ സംബഡി എൽസസ് ചൈൽഡ് എന്ന് പറയുന്നത് പോലെയുള്ള ഒരു കാലഘട്ടത്തിൽ അനാവശ്യമായി അവിവേകമായ രീതിയിൽ തന്നെ കുട്ടികളെ ശിക്ഷിക്കാൻ സാധ്യതയുണ്ട്. അതായത് പെറ്റമ്മയല്ലാത്ത പോറ്റമ്മയും അതുപോലെ തന്നെ സ്വന്തം അച്ഛനല്ലാത്ത പോറ്റച്ഛനും ഇതുപോലെ കുട്ടികളോട് പെരുമാറിയേക്കാം. അങ്ങനെയൊക്കെ ആയിരിക്കാം US നിയമം വന്നത്. കുട്ടികൾ വിളിച്ച് പോലീസ് സ്റ്റേഷനിൽ അച്ഛൻ എന്നെ അടിക്കുന്നു, അമ്മ എന്നെ അടിക്കുന്നു എന്ന് പറഞ്ഞ് പോലീസ് സ്റ്റേഷനിൽ വിളിച്ചു പറഞ്ഞാലും പോലീസ് വന്ന് അച്ഛനെയും അമ്മയെ, അല്ലെങ്കിൽ ആരാ അടിച്ച്, ആർക്കെതിരെയാണ് ഈ ടെലിഫോൺ മെസ്സേജ് വന്നത്, ആ ആളെ പിടിച്ച് കോടതി കൊണ്ടുപോകും. ആ ഒരവസ്ഥയിലേക്ക് വെസ്റ്റേൺ കൺട്രീസ് മാറിയിരുന്നു. പക്ഷെ വെസ്റ്റേൺ കൺട്രീസ് അങ്ങനെ മാറിയിരുന്നെങ്കിലും നമ്മൾ ഓർക്കണം, വെസ്റ്റേൺ കൺട്രീസിന്റെ സംസ്കാരത്തിലും താളപ്പിഴകൾ അതുകൊണ്ട് തന്നെ വന്നു. എന്തുകൊണ്ടാണ് അപ്പൊ അങ്ങനെ താളപ്പിഴ വന്നത്? അവിടെയാണ് നമ്മൾ ആ പഴഞ്ചൊല്ല് ഓർക്കേണ്ടത്, സ്പെയർ ദ റോഡ് ആൻഡ് സ്പോയിൽ ദ ചൈൽഡ് എന്ന പഴഞ്ചൊല്ല് നമ്മൾ ഓർക്കേണ്ടത്. അപ്പൊ വടി എടുക്കണം, കുട്ടികളെ തല്ലേണ്ടപ്പോൾ തല്ലണം. അങ്ങനെ തല്ലിയാൽ മാത്രമേ കുട്ടികൾ വേണ്ട രീതിയിൽ വളർന്ന് അവരെ, നമ്മൾ എന്താണ് പറയുക, ഇപ്പൊ നമുക്കറിയാം ഓരോ കുട്ടിയും ഒരു കുടുംബത്തിന്റെ സമ്പത്താണ്. കുടുംബത്തിന്റെ സമ്പത്ത് എന്ന് വെച്ചാൽ കുടുംബത്തിന്റെ ദിവ്യമായ സ്വത്താണ്. ഓരോ കുട്ടിയും ജനിക്കുമ്പോൾ മാതാപിതാക്കൾ എന്താണ് ആഗ്രഹിക്കേണ്ടത്? ആ കുട്ടിയെ വളർത്തി ഉത്തമ പൗരനാക്കി ലോകത്തിന് നൽകുക, ദേശത്തിന് നൽകുക, രാജ്യത്തിന് നൽകുക, ലോകത്തിന് നൽകുക. അതാണ് മാതാപിതാക്കളുടെ ഉത്തരവാദിത്വം. അപ്പൊ ഈ ഉത്തമ പൗരനാക്കുക എന്ന ഉത്തരവാദിത്വം നല്ലവണ്ണം നിറവേറ്റാൻ മാതാപിതാക്കൾക്ക് കഴിയണമെങ്കിൽ കുറ്റം കാണുമ്പോൾ കുട്ടികളെ വഴക്ക് പറയേണ്ടി വരും, ചിലപ്പോൾ വടിയെടുത്ത് അടിക്കേണ്ടിയും വരും. അങ്ങനെ ചെയ്യേണ്ടതിലേക്കാണ് സ്പെയർ ദ റോഡ് ആൻഡ് സ്പോയിൽ ദ ചൈൽഡ് എന്നുള്ള ചൊല്ലുണ്ടായത്. അതായത് വടി വെറുതെ ആക്കി കുട്ടിയെ നശിപ്പിക്കരുത്. അതാണ് അവിടെ കൊടുക്കുന്ന ഉപദേശം. അതുപോലെ തന്നെ ഞാൻ ഓർമ്മിക്കുകയാണ്, ഈ അടുത്ത ദിവസങ്ങളിൽ നമ്മൾ കണ്ടു ആശിഷ് ദേശ്പാണ്ഡെ, അതായത് മയക്കുമരുന്ന്, മദ്യപാനം, ഇതിനൊക്കെ വിധേയരായ വ്യക്തികളെ, അത് കുട്ടികളാകാം മുതിർന്നവരാകാം, അവരെ പരിചരിക്കുന്ന ബോംബെയിലെ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ 30 വർഷമായി പ്രവർത്തിക്കുന്ന മഹാരഥനാണ് ഈ പറയപ്പെട്ട ആശിഷ് ദേശ്പാണ്ഡെ എന്ന ഡോക്ടർ. അദ്ദേഹം ഈ അടുത്ത ദിവസം, അതായത് പറഞ്ഞ ചില കണക്കുകളുണ്ട്. പണ്ടൊക്കെ മദ്യപാനത്തിലേക്ക് കുട്ടികൾ വരുന്ന ശരാശരി പ്രായം 18 വയസ്സായിരുന്നു. കുട്ടികൾ എന്നല്ല, ആരും 18 വയസ്സെന്ന് വെച്ചാൽ കുട്ടി തന്നെ. പക്ഷെ ഇപ്പൊ അത് 12 വയസ്സിനും 15 വയസ്സിനും ഇടയിലായി ചുരുങ്ങിപ്പോയെന്ന്.
അതായത് 12 വയസ്സ് മുതൽ, ഒരുപക്ഷെ അത് ശരാശരി പ്രായമായി പറയുന്നത്. ശരാശരി 12 എന്ന് പറയുമ്പോൾ അതിന്റെ താഴേക്കുമുണ്ട് വയസ്സുകൾ. ആ താഴെ പ്രായത്തിൽ തന്നെ കുട്ടികൾ മദ്യപാനം, മയക്കുമരുന്ന് ഇതിനൊക്കെ കൂടെ പോയി ഇതിന്റെയൊക്കെ സഹവർത്തികളായി എന്ന് വരാം. കാരണം എന്താണ്, നമുക്കറിയാം ഈ പറയപ്പെട്ട മയക്കുമരുന്ന് മാഫിയ, മദ്യമാഫിയ, ഇവരൊക്കെ ഏതെല്ലാം ചിറക് വിരിച്ച് റാഗി പറന്ന് നമ്മുടെ കലാശാലകൾക്ക് ചുറ്റും, സ്കൂളുകൾക്കും കലാശാലകൾക്കും ചുറ്റും നടക്കുകയാണ്. എവിടെയാണ് ഒരു ഇരയെ കണ്ടെത്തുക? ഒരു ഇരയെ കണ്ടെത്തിയാൽ അവിടെ നിന്ന് അടുത്ത ഇരയിലേക്ക് എങ്ങനെയാണ് മാറ്റം നേടാൻ പറ്റുക? ഈ തരത്തിലാണ് അതായത് അധ്വാനിച്ച് ഈ പണം ഉണ്ടാക്കാൻ ആർക്കും ഇഷ്ടമില്ല. മയക്കുമരുന്ന് ശകലം വിറ്റാൽ വലിയ പണമാണ് കിട്ടുക. അതുപോലെ തന്നെയാണ് മദ്യം. വലിയ മൂലധന ചെലവില്ല, കഷ്ടപ്പാടില്ല, വളരെ ഈസി ആയിട്ട് എടുക്കാവുന്ന ഒന്നാണ് മദ്യവും. അപ്പൊ ഈ മദ്യം, മയക്കുമരുന്ന് ഈ തരത്തിൽ ലളിതമായ മാർഗത്തിലൂടെ കോടീശ്വരരായി സ്റ്റൈലിഷ് ആയിട്ട് ജീവിക്കുക, ഇതാണ് ഒരുപാട് പേരുടെയും ആഗ്രഹം. അപ്പൊ ഇങ്ങനെ ഈ മയക്കുമരുന്നിനും മദ്യത്തിനും ഒക്കെ പതുക്കെ പതുക്കെ ആദ്യം ഒരു ഡോസ്, അത് കഴിഞ്ഞ് പതുക്കെ പതുക്കെ അവരതിൽ ആകൃഷ്ടരായി അതിൽ മുക്തരാകുന്നു. അങ്ങനെ ആകുന്നവരുടെ ശരാശരി പ്രായമാണ് ഡോക്ടർ ദേശ്പാണ്ഡെ പറഞ്ഞത്. എന്താണ് ആശിഷ് ദേശ്പാണ്ഡെ പറഞ്ഞത്? എത്രയാണ്? 12 വയസ്സ് മുതൽ 15 വയസ്സ് വരെ എന്ന്. അപ്പോഴാണ് ഈ സ്പെയർ ദ റോഡ് ആൻഡ് സ്പോയിൽ ദ ചൈൽഡ് എന്ന ആ മുദ്രാവാക്യം നാം വളരെ സീരിയസ് ആയിട്ട് ആലോചിക്കേണ്ടത്. ഞാൻ എൻ്റെ വീട്ടിൽ തന്നെ ഈ സ്പെയർ ദ റോഡ് ആൻഡ് സ്പോയിൽ ദ ചൈൽഡ്, ഞാൻ എൻ്റെ കുട്ടികളെ ചൂരൽ കൊണ്ട് അടിച്ചാണ് വളർത്തിയിട്ടുള്ളത്. ചുരൽ കൊണ്ട് അടിച്ചു വളർത്തിയതിന്റെ പ്രയോജനം അവരിപ്പോൾ അനുഭവിക്കുന്നുണ്ട് എന്ന് ഞാൻ സന്തോഷത്തോടു കൂടി ഓർമ്മിക്കാറുമുണ്ട്. അങ്ങനെ ചൂരൽ കൊണ്ട് അടിച്ചു വളർത്തു എന്ന് മാത്രമല്ല, ആ ചൂരല് എൻ്റെ പുസ്തക അലമാരയിൽ ഒന്നിന്റെ മുകളിൽ എല്ലാവരും കാണത്തക്ക രീതിയിൽ വെച്ചിട്ടുണ്ട്. എന്തിനാണെന്നറിയോ? എൻ്റെ മക്കൾ ആ ചൂരൽ കാണുമ്പോൾ ഓർക്കണം, അമ്മ ഞങ്ങൾക്ക് ഈ ചൂരൽ വെച്ച് തന്ന പ്രഹരം. അവരുടെ മക്കൾ ചോദിക്കും, എന്താണത്? അത് ചൂരലാണ്, എന്തിനാണ് അത് വെച്ചിരിക്കുന്നത്? അത് ഞങ്ങളെ തല്ലിയതാണ്, നിങ്ങളെയും തല്ലാൻ വേണ്ടിയാണ് വെച്ചിരിക്കുന്നത്. കുറ്റം ചെയ്താൽ, പഠിക്കേണ്ട സമയത്ത് പഠിക്കാതിരുന്നാൽ, കോൺസെൻട്രേഷൻ ഇല്ലാതിരുന്നാൽ എന്നൊക്കെ അവർ പറഞ്ഞു കൊടുക്കണം അവരുടെ മക്കളോട്. അതിനുവേണ്ടിയാണ് എല്ലാവരും കാണത്തക്ക രീതിയിൽ ഒരു അൽമാരയുടെ മുകളിൽ ഞാൻ ആ പുസ്തക അലമാരയുടെ മുകളില്, അത് ആണല്ലോ സാധാരണ പഠിക്കുന്നവരൊക്കെ ശ്രദ്ധിക്കാറുള്ള അൽമാരകൾ. അതുകൊണ്ട് അപ്പൊ അങ്ങനെ തന്നെ ഞാൻ എപ്പോഴും എൻ്റെ അനുഭവം കൊണ്ട് തന്നെ പഠിക്കുകയാണ്. അതുപോലെ നമ്മൾ ക്ലാസ് മുറിയിൽ, അതായത് കുടുംബത്തിലെ ജീവിതം, കുട്ടികൾ 3-4 വയസ്സാകുമ്പോഴത്തേക്ക് നഴ്സറിയിൽ പോകുന്നു. പിന്നെ നഴ്സറി തൊട്ട് അവര് ചിലപ്പോൾ 20-22, ചിലപ്പോൾ അതിനേക്കാൾ കൂടുതൽ പ്രായം വരെ വിദ്യാഭ്യാസ മേഖലയിലായിരിക്കും. അപ്പൊ ഈ മാതാപിതാക്കള്, അതായത് ഗർഭസ്ഥ ശിശുവിനെ തൊട്ട് 4-5 വയസ്സ് വരെ, 4 വയസ്സ് വരെ അമ്മയും അച്ഛനും, അമ്മ പ്രത്യേകിച്ച് അച്ഛനും അതോടൊപ്പം തന്നെ മക്കളെ മാനേജ് ചെയ്യുമ്പോൾ, കുട്ടികളുടെ വളർച്ചയുടെ ഓരോ സ്പന്ദനവും നിരീക്ഷിച്ച് മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ, ആ പ്രായത്തിന് ശേഷം അവർ സ്കൂളിൽ എത്തിപ്പെട്ടാൽ ഈ റോള് ഈ അച്ഛനും അമ്മയ്ക്കും വീട്ടിൽ പിന്നെ വളരെ കുറച്ച് സമയം മാത്രമാണ്. വന്നു കഴിഞ്ഞാൽ കുട്ടികൾക്ക് ഈവനിങ് ആയി, അവർ പിന്നെ പാഠങ്ങൾ ചെയ്യാനുള്ളതുണ്ടെങ്കിൽ ചെയ്തു, അത് കഴിഞ്ഞ് ആഹാരം കഴിഞ്ഞ് അവർ ഉറങ്ങാൻ പോകുന്നു. അപ്പൊ പകൽ സമയം മാതാപിതാക്കൾക്ക് കിട്ടുന്ന വളരെ കുറച്ച് സമയമാണ്. പകൽ സമയം മുഴുവൻ ഇവർ അധ്യാപകരുടെ ഒപ്പമാണ് കുട്ടികൾ ജീവിക്കുന്നത്. ആ അധ്യാപകർ അപ്പം മാതാപിതാക്കളാകണം എന്നുള്ളതാണ് എനിക്ക് അവരോട് പറയാനുള്ളത്. എന്ന് വെച്ചാൽ മാതാപിതാക്കൾ എങ്ങനെ അവരുടെ മക്കളുടെ ചലനങ്ങൾ ശ്രദ്ധിക്കുമോ, അവർ കോൺസെൻട്രേറ്റ് ചെയ്യുന്നുണ്ടോ, അവർ പഠിക്കുന്നുണ്ടോ, അവർ പാഠഭാഗങ്ങൾ പഠിച്ചോ, അവർ ഹോംവർക്ക് ചെയ്തോ, ഇതൊക്കെ മാത്രം നോക്കിയാൽ പോരാ. അവര് വൃത്തിയായി വരുന്നുണ്ടോ? പണ്ട് എനിക്ക് ഓർമ്മയുണ്ട്, ഞാനൊക്കെ സ്കൂളിൽ പഠിക്കുമ്പോൾ കൈനഖം വെട്ടിയിട്ടില്ലെങ്കിൽ ആ നഖം മേശപ്പുറത്ത് വെച്ചിട്ട് റൂൾ തടി കൊണ്ട് സാർ ആ നഖത്തേൽ അടിക്കുമായിരുന്നു. എന്തിനാണ്? മേലിൽ നഖം നീട്ടരുത്, നഖത്തിനകത്ത് അഴുക്ക് കയറിയിരിക്കും, അത് ആരോഗ്യത്തിന് ഹാനികരമാണ് എന്ന് കാണിച്ചു തരാനാണ് അങ്ങനെ ചെയ്തിരുന്നത്. അപ്പൊ അതുപോലെ കുട്ടികൾ വൃത്തിയായിട്ടാണോ വസ്ത്രം ധരിക്കുന്നത്, അങ്ങനെ ഓരോ കാര്യങ്ങൾ, മാന്യമായിട്ടാണോ വസ്ത്രം ധരിക്കുന്നത്, വൃത്തിയായിട്ടാണോ വസ്ത്രം ധരിക്കുന്നത്, ഇത്തരം കാര്യങ്ങളൊക്കെ സ്കൂളിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ടീച്ചേഴ്സിന്റെ, അധ്യാപകർ എന്ന് വെച്ചാൽ പുരുഷന്മാരായാലും സ്ത്രീകളായാലും, അതായത് മാതാപിതാക്കൾ കുടുംബത്തിനകത്ത് ചെയ്യുന്ന ആ സേവനം തന്നെ അവർ സ്കൂളിൽ വെച്ച് ചെയ്യണം. അങ്ങനെ ചെയ്തു കൊണ്ടുപോയാൽ മാത്രമേ കുട്ടികളെ നാം ആദ്യം ഉദ്ദേശിച്ചതുപോലെ ഉത്തമ പൗരന്മാരാക്കി മാറ്റിയെടുക്കാൻ പറ്റുകയുള്ളൂ. അതിലെ ടീച്ചേഴ്സിന്റെ കോൺട്രിബ്യൂഷൻ
എന്ന് പറയുന്നത് നിസ്തുലമായ കോൺട്രിബ്യൂഷൻ. അവിടെയൊക്കെയാണ് നമ്മൾ ഓർക്കേണ്ടത് ഡോക്ടർ രാധാകൃഷ്ണന്റെ ഒക്കെ സേവനങ്ങൾ. അദ്ദേഹമൊക്കെ പറഞ്ഞിരിക്കുന്നത്, വിദ്യാഭ്യാസത്തെ പറ്റി പറഞ്ഞിരിക്കുന്ന അദ്ദേഹത്തിന്റെ വിചിന്തനങ്ങൾ എത്ര മഹത്തരങ്ങളാണ് എന്ന് നാം ഓർമ്മിക്കേണ്ടതാണ്. അപ്പൊ അദ്ദേഹത്തെയൊക്കെ പിൻപറ്റി വേണം നാം അധ്യാപകരായിട്ട് പ്രവർത്തിക്കാൻ. നാം നമ്മെ തന്നെ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കണം. അതായത് സദാ വായിച്ചും ചിന്തിച്ചും വളരണം. അതോടൊപ്പം തന്നെ നമ്മളുടെ കീഴിൽ വരുന്ന വിദ്യാർത്ഥികളെയും ചിന്തിച്ചും വായിച്ചും എഴുതിയും പഠിപ്പിച്ചും വളർച്ചയിൽ നിന്ന് വളർച്ചയിലേക്ക്. അപ്പൊ അവരുടെ ജീവിതത്തിന്റെ ഓരോ ചെറിയ ഭാഗം, അതായത് ഭാവം പോലും നാം നിരീക്ഷിക്കണം. അതിലെ പാകപ്പിഴകൾ ഉണ്ടെങ്കിൽ നമുക്ക് കണ്ടെത്താൻ കഴിയണം. ആ പാകപ്പിഴകളെ നാം ചൂണ്ടിക്കാണിക്കുകയും അത് കറക്റ്റ് ചെയ്യാൻ അവരെ സഹായിക്കുകയും ചെയ്യണം. അങ്ങനെയാണെങ്കിൽ മാത്രമേ ഒരു കുഞ്ഞിന്റെ ജീവിതം, ശിശു, അതായത് ആ ഒരു ആ പൂമൊട്ടായി തന്നെ അത് വിരിഞ്ഞ് അത് പരിലസിച്ച് അത് സുഗന്ധം പരത്തി ലോകത്തെ മുഴുവനും അതിന്റെ ആ സുഗന്ധത്തിൽ ആഗിരണം ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അപ്പൊ അങ്ങനെയുള്ള ഒരു ലോകം കെട്ടിപ്പടുക്കാനായിട്ടാണ് ഈ ശിശുദിനത്തിൽ അധ്യാപകരായ നാം, അധ്യാപകർ മാത്രമല്ല മാതാപിതാക്കളും അധ്യാപകരും, അങ്ങനെ വരുമ്പോൾ സമൂഹം മൊത്തം എന്ന് നമുക്ക് പറയാം. ഒരു തരത്തിലല്ലെങ്കിൽ മറ്റൊരു തരത്തില് മാതാപിതാക്കൾ ആണ്, അല്ലെങ്കിൽ ടീച്ചേഴ്സ് ആണ്. അങ്ങനെ നാം എല്ലാവരും തന്നെ ഈ പ്രക്രിയയുടെ ഭാഗമാകുകയാണ് ചെയ്യുന്നത്. ഒരു അധ്യാപിക എന്ന രീതിയിൽ ഞാൻ സ്കൂൾ തലത്തിലല്ല പഠിപ്പിച്ചിരുന്നത്, കോളേജിലായിരുന്നു എന്നതുകൊണ്ട് ഞാൻ മുതിർന്ന കുട്ടികളെയാണ് കൈകാര്യം ചെയ്തിരുന്നത്. എങ്കിൽ പോലും ആ കുട്ടികളിലോട്ട് മാതൃത്വത്തിന്റെ സ്നേഹം പകർന്നു നൽകിയ ചില അനുഭവങ്ങളൊക്കെ എനിക്കുണ്ട്. ഒന്ന് രണ്ട് അനുഭവങ്ങൾ ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവിടാൻ ആഗ്രഹിക്കുകയാണ്. ഈ തലസ്ഥാന നഗരിയിലെ ഒരു പ്രശസ്തമായ കോളേജിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് വളരെ മിടുക്കനായ ഒരു കുട്ടി, ആ കുട്ടി വന്നുകൊണ്ടിരുന്നത് ബാലരാമപുരത്ത് നിന്ന് വരുന്ന ഒരു കുട്ടി, വളരെ മിടുക്കനായ കുട്ടിയായിരുന്നു, BA ചെയ്തുകൊണ്ടിരിക്കുന്നു. അപ്പൊ ആ കുട്ടി ക്ലാസ്സിൽ പല ദിവസവും ആബ്സെന്റ് ആണ്. അപ്പൊ ഞാൻ ഈ 3rd ഇയർ ആയിരിക്കുന്നു. അപ്പൊ ഞാൻ ചോദിച്ചു, എന്താ തനിക്ക് പറ്റിയത്? കുട്ടിയുടെ പേര് ഞാൻ ഇവിടെ പറയുന്നില്ല, എൻ്റെ ഒരു നെവ്യൂനും അതേ പേര് തന്നെയുണ്ട്. അപ്പോൾ പറഞ്ഞു, ടീച്ചറെ, ഞാൻ വളരെ സ്നേഹപൂർവ്വം ചോദിച്ചപ്പോൾ, ആദ്യം ഒന്ന് രണ്ട് പ്രാവശ്യമൊക്കെ ചോദിച്ചപ്പോൾ അവന് അങ്ങനെ ഉത്തരം പറയാതെ വീട്ടിലെ അസൗകര്യം കൊണ്ടാണ് എന്നൊക്കെ പറഞ്ഞു ഒഴിഞ്ഞു മാറി. പക്ഷെ പിന്നെ അവസാനം എൻ്റെ നിർബന്ധത്തിന് വഴങ്ങി ഒരു ദിവസം എന്നോട് പറഞ്ഞു, അവൻ പറഞ്ഞു, അവൻ്റെ അച്ഛൻ ബാലരാമപുരത്ത് സ്ഥിരം, നമുക്കറിയാം ഏറ്റവും നല്ല കൈത്തറി നെയ്ത്തുശാലകളുള്ള സ്ഥലമാണ് ബാലരാമപുരം. അത് രാജഭരണകാലം മുതലേ പ്രശസ്തമായിരുന്ന ബാലരാമപുരം. അവിടെ അദ്ദേഹം നല്ല ഒരു കൈത്തറി തൊഴിലാളിയായിരുന്നു, വളരെ മിടുക്കനായ ഒരു തൊഴിലാളി. പക്ഷേ നമുക്കറിയാമല്ലോ, ഈ നെയ്ത്ത് തൊഴിലും ഒക്കെ കൊണ്ട് നടക്കുന്നവർക്കൊന്നും വലിയ ആസ്തിയൊന്നും കാണുകയില്ല. അപ്പോൾ ഈ തൊഴിലിന്റെ ഭാഗമായി തന്നെ അദ്ദേഹത്തിന് അസുഖം പിടിപെടുന്നു. ആ അസുഖത്തിൽ നിന്ന് പതുക്കെ അദ്ദേഹം എഴുന്നേറ്റ് നടക്കാനോ ജോലിക്ക് പോകാനോ പറ്റാത്ത ഒരവസ്ഥയിലേക്ക് മാറുന്നു. അങ്ങനെ മാറിക്കഴിഞ്ഞപ്പോൾ മക്കളിൽ മൂത്തവനാണ് ഈ കുട്ടി. ഇവന് ജോലിക്ക് പോകാതെ സ്കൂളിൽ വരുന്നത് കൊണ്ട് അവൻ്റെ വീട് പട്ടിണിയാകും. അപ്പം ആ അവസ്ഥയിൽ അവന് പെയിൻറ്റിങ് അറിയാം. അതുകൊണ്ട് പെയിൻറ്റിങ് കിട്ടുന്ന ദിവസങ്ങളിലൊക്കെ പെയിൻറ്റിങ്ങിന് പോകുന്നു. അതുകൊണ്ടാണ് ക്ലാസ്സിൽ വരാൻ പറ്റാത്തത് എന്ന് പറഞ്ഞു. ഞാൻ പോയില്ലെങ്കിൽ എൻ്റെ വീട് പട്ടിണിയാകും, എൻ്റെ അച്ഛൻ്റെ ചികിത്സ നടക്കില്ല, ഇങ്ങനെയുള്ള സങ്കടങ്ങളൊക്കെ ഉണ്ട് എന്ന് പറയുമ്പോൾ അവൻ്റെ കണ്ണ് നിറഞ്ഞിരുന്നു. ഒരു പക്ഷേ എൻ്റെ കണ്ണ് അതിലും നിറഞ്ഞു എന്ന് പറയുന്നതായിരിക്കും ശരി. അങ്ങനെ അവന്, ശരി, നമുക്ക് ഇതിന് പരിഹാരം കാണണമല്ലോ. ഇപ്പൊ നീ 3rd ഇയർ പഠിക്കുകയല്ലേ, അതുകൊണ്ട് നീ ഇങ്ങനെ പോയാൽ ശരിയാവില്ലല്ലോ. നീ നല്ലവണ്ണം പഠിക്കുന്നവനാണ്, പഠിച്ചൊരു നല്ല ജോലി കിട്ടിയാൽ ഈ പ്രശ്നങ്ങൾക്കൊക്കെ പരിഹാരമാകുമായിരുന്നു എന്ന് പറഞ്ഞ് അപ്പോൾ ഞാൻ അവനെ വിട്ടു. എന്നിട്ട് ഞാൻ ക്ലാസ്സിലെ മോണിറ്ററെ വിളിച്ചിട്ട് അവനോട് ഈ പ്രശ്നങ്ങൾ ഒക്കെ വളരെ രഹസ്യമായിട്ട് വെക്കണം എന്ന് പറഞ്ഞ് അവൻ്റെ കൂടെ അതുപോലെ മിടുക്കരായ വേറെ 2 പേരെയും കൂടി ഞാൻ വിളിക്കുന്നു. എന്നിട്ട് പറയുന്നു, നമുക്ക് ഒരു മാസം ഈ കുട്ടിയുടെ വീട്ടിലെ ചെലവിന് ആവശ്യമായി, ഇനി പരീക്ഷ കഴിയുന്നവരെ, ഫൈനൽ ഇയറിന് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്, കുട്ടിയുടെ വീട്ടിലെ ചെലവിന് സഹായകമായ രീതിയിൽ ഒരു തുക നമ്മുടെ ക്ലാസ്സിൽ നിന്ന് തന്നെ കണ്ടെത്താൻ പറ്റുമോ? ഞാനൊരു തുക തരും. അതുപോലെ തന്നെ നിങ്ങൾക്ക് പോക്കറ്റ് മണി ആയിട്ട് വീട്ടിൽ നിന്ന് കിട്ടുന്ന പണം, 62 കുട്ടികളുള്ള ക്ലാസ്സാണ്, BA ക്ലാസ്. അപ്പോൾ നിങ്ങൾക്ക് പോക്കറ്റ് മണി ആയിട്ട് വീട്ടിൽ നിന്ന് കിട്ടുന്ന പൈസ ഓരോരുത്തരും ഇതിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുകയാണെങ്കിൽ അവനൊരു അത്ര മോശമല്ലാത്ത ഒരു തുക നമുക്ക് കൊടുക്കാം. അങ്ങനെ കൊടുത്താൽ
അവന് കഴിവതും ഈ ക്ലാസ് ഉള്ള ദിവസങ്ങളിൽ ജോലിക്ക് പോകാതെ ബാക്കി ദിവസം ശനി ഞായറും പോക്കോട്ടെ, അപ്പം 5 ദിവസം ക്ലാസ്സിൽ വന്ന് പഠിച്ചാൽ അങ്ങനെ ധാരാളം മതി അവന് നല്ല റിസൾട്ട് കിട്ടാനായിട്ട്. അവൻ അത്ര മിടുക്കനായിട്ടുള്ള ഒരു കുട്ടിയാണ്. അങ്ങനെ പറഞ്ഞപ്പോൾ അവർക്കും അത് പൂർണ്ണമായിട്ട് ബോധ്യമായി. അവർ മറ്റു കുട്ടികളുമായിട്ട് ഈ കുട്ടിയുടെ പേര് പുറത്തു വിടരുത്, അവന് മാനഹാനി ഉണ്ടാകരുത് എന്ന് പ്രത്യേകം പറഞ്ഞിരുന്നു. എന്നിട്ട് ഇതിൻ്റെ കണക്കുകൾ വളരെ കൃത്യമായിട്ട് ഇതിലേക്ക് പൈസ തരുന്ന ഓരോ കുട്ടിക്കും മനസ്സിലാകണം ഇതിനകത്ത് ഫ്രോഡ് ഒന്നുമില്ല, വസ്തുനിഷ്ഠമായ കാര്യങ്ങളാണ് പറഞ്ഞത്, ഈ കുട്ടിക്ക് തന്നെയാണ് ഈ സഹായം, ഏതോ ഒരു കുട്ടിക്ക് തന്നെയാണ് പോകുന്നത് എന്നവർ മനസ്സിലാക്കണം. അതുകൊണ്ട് കണക്കുകൾ അവരെ എല്ലാവരെയും ബോധ്യപ്പെടുത്തണം. അങ്ങനെ ഞങ്ങൾ ഏതാനും മാസം, പിന്നെ പരീക്ഷയ്ക്കുണ്ടായിരുന്ന മാസങ്ങളിലൊക്കെ ഇങ്ങനെ സംഭാവന പിരിച്ച് ആ കുട്ടിക്ക് നൽകി. അവൻ വളരെ പ്രശസ്തമായ രീതിയിൽ തന്നെ പാസ്സായി പോവുകയും ചെയ്തു. പിന്നത്തെ കാര്യം, നമ്മൾ ഇപ്പോഴൊന്നും അത് എത്ര വർഷം മുൻപാണെന്നറിയാമോ? ഇത് സംഭവിക്കുന്നത് 1900 ഒരു 40 വർഷം മുൻപ് എന്ന് വിചാരിച്ചാൽ മതി. അപ്പം അങ്ങനെ സംഭവിച്ച അത് ഒന്ന്. അതുപോലെ ഇനി വേറൊരു ഇൻസിഡൻസും കൂടെ. പക്ഷെ ആ കുട്ടിയുടെ ഞാനിപ്പോൾ പറയുകയാണ്, ആദ്യത്തെ ബാലരാമപുരത്തെ പയ്യൻ്റെ മുഖത്തെ ചിരി, പരീക്ഷയൊക്കെ കഴിഞ്ഞ് നല്ല റിസൾട്ടൊക്കെ വന്ന് ഇനി ഞാൻ നല്ലൊരു ജോലി കണ്ടെത്തും, ജോലി കണ്ടെത്തുന്നത് വരെ ഞാൻ പറഞ്ഞു അവനോട്, ജോലി കണ്ടെത്തുന്നത് വരെ ഒരു മടിയും കൂടാതെ പെയിൻറ്റിങ് ജോലിക്ക് പോകണം. ഏത് ജോലിയും അന്തസ്സം ഉള്ളതാണ്. ജോലി ചെയ്ത് ജീവിക്കുകയാണ് അന്തസ്സുള്ള ജീവിതം എന്ന് പറയുന്നത്. പെയിൻറ്റിങ്ങിനേക്കാൾ മെച്ചപ്പെട്ട ഒരു ജോലി കിട്ടുമ്പോൾ ആ ജോലിയിലേക്ക് പോകും. അതുവരെ പെയിൻറ്റിങ് സന്തോഷമായിട്ട് തന്നെ കൊണ്ടു നടക്കണം എന്ന് ഞാൻ പറഞ്ഞാണ് അവനെ വിടുന്നത്. അവൻ്റെ കണ്ണുകൾ നിറഞ്ഞിരുന്നു എൻ്റെയും. അപ്പം അങ്ങനെ ഒരു കഥ. ഇനി അത് കഴിഞ്ഞ് അതുപോലെ ഒരു കഥ. ഞാൻ യൂണിവേഴ്സിറ്റി വിമൻസ് ഹോസ്റ്റലിൽ റെസിഡൻറ്റ് ട്യൂട്ടറായിട്ട് ഇരുന്നാണ് വിമൻസ് കോളേജിൽ വർക്ക് ചെയ്തിരുന്നത്. അപ്പം അങ്ങനെ റെസിഡൻറ്റ് ട്യൂട്ടറായിരിക്കുമ്പോൾ ഒരു വിങ് മുഴുവനും നമ്മുടെ കെയർ ഓഫിലായിരിക്കും. അങ്ങനെ ഇരിക്കുമ്പോൾ എൻ്റെ വിങ്ങിലുണ്ടായിരുന്ന ഒരു കുട്ടി, അവൾ ഈ പറഞ്ഞ പോലെ BSc പഠിച്ചുകൊണ്ടിരിക്കുകയത്, ഒരു ട്രൈബ് പട്ടിക വിഭാഗത്തിൽപ്പെട്ട ഒരു പെൺകുട്ടി. അവൾക്ക് പോസ്റ്റൽ ടെലിഗ്രാഫിൽ പ്രീ ഡിഗ്രി ബേസിസിലാണ് പോസ്റ്റൽ ടെലിഗ്രാഫിൽ ഒരു ജോലി കിട്ടുന്നത്. അപ്പോൾ ജോലി കിട്ടി, അതിൻ്റെ ഒപ്പം അവളെ ട്രെയിനിങ്ങിനായിട്ട് വിളിച്ചിരിക്കുന്നു. ട്രെയിനിങ് കഴിഞ്ഞതിന് ശേഷമാണ് ജോലിയിൽ പ്രവേശിക്കാൻ പറ്റുള്ളൂ. ട്രെയിനിങ് മുംബൈയിൽ വെച്ച്. അപ്പോൾ ഈ കുട്ടി പിന്നെ ഇതൊക്കെ പറഞ്ഞ് സന്തോഷം കാണിച്ചു. അത് കഴിഞ്ഞിട്ട് പറഞ്ഞു, ടീച്ചറെ പക്ഷേ എനിക്ക് എങ്ങനെ പോകാൻ പറ്റുമെന്ന് അറിഞ്ഞുകൂടാ. അതെന്താണ് അങ്ങനെ പറയുന്നത് എന്ന് ചോദിച്ചപ്പോൾ അവൾ പറഞ്ഞു, ഒന്നാമത് എനിക്ക് വളരെ കുറച്ച് വേഷങ്ങളേ ഉള്ളൂ. കുറച്ച് വേഷങ്ങൾ എന്ന് പറഞ്ഞാൽ എൻ്റെ റൂംമേറ്റ്സ് സഹായിച്ച് അവർ ഉപയോഗിക്കുന്ന ഉടുപ്പുകളൊക്കെ ഇട്ടാണ് ഞാൻ ക്ലാസ്സിൽ പോകാറുള്ളത്. കാരണം ഒരു റൂമിൽ തന്നെ പല ക്ലാസ്സുകളിലെ കുട്ടികളായിരിക്കും. അപ്പോൾ അവർ പരസ്പരം വേഷം മാറി ഇടുന്നത് ആരും ശ്രദ്ധിക്കത്തില്ല കോളേജിൽ. അതും 1000-800 കുട്ടികൾ പഠിക്കുന്ന കോളേജാണ് വിമൻസ് കോളേജ് അന്നും. അപ്പം ഈ കുട്ടി പറഞ്ഞു, അപ്പോൾ ഞാൻ അങ്ങനെ കുട്ടികളുടെയൊക്കെ സഹായത്തോടെയൊക്കെയാണ് വേഷമൊക്കെ ധരിച്ച് നടക്കുന്നത്. എനിക്ക് അങ്ങ് കൊണ്ടുപോകാനായിട്ട് വേഷമില്ല, അതുമാത്രമല്ല ടിക്കറ്റ് എടുക്കാൻ പൈസയില്ല. പിന്നെ അവിടെ ചെന്ന് എനിക്ക് എന്തെങ്കിലും കയ്യിൽ പൈസയൊക്കെ കിട്ടുന്ന സാഹചര്യം വരെ മറ്റ് ചെലവുകൾക്ക്, അത്യാവശ്യം ചെലവുകൾക്ക് പോലും എനിക്കൊരു നിവൃത്തിയില്ല. എൻ്റെ അച്ഛൻ തീരെ വയ്യാതെ കിടപ്പാണ്. അമ്മയ്ക്ക് വീട്ടിലെ കാര്യങ്ങൾ അച്ഛനെ നോക്കുകയൊക്കെ ചെയ്യേണ്ടത്, അമ്മയ്ക്കും ഒരു ജോലിക്കും പോകാൻ നിവൃത്തിയില്ല. അങ്ങനെ വളരെ കഷ്ടപ്പെട്ട് അമ്മ വീട്ടുജോലിക്ക് പോയി കിട്ടുന്ന പൈസ കൊണ്ടാണ് വീട്ടിലെ കാര്യങ്ങൾ നടത്തുന്നത്. വീട്ടുജോലിക്ക് പോയി 10 മണിയാകുമ്പോഴത്തേക്കും തിരിച്ചു വരും. അങ്ങനെ വീട്ടിലെ കാര്യവും അങ്ങനെ കിട്ടുന്ന പൈസ കൊണ്ട് ചെലവും നടത്തിക്കൊണ്ടാണ് ഞങ്ങൾ മുന്നോട്ട് പോകുന്നത് എന്ന് പറഞ്ഞു. അപ്പോൾ ഈ ഹോസ്റ്റലിലാണ് ഈ കുട്ടി താമസിക്കുന്നത്. ഹോസ്റ്റലിൽ താമസിക്കുന്നതിൻ്റെ ഫണ്ടൊക്കെ അവൾക്ക് ഗവൺമെൻറ്റിൽ നിന്നാണല്ലോ കിട്ടുന്നത്. അങ്ങനെ പറഞ്ഞു. ഇപ്പോൾ ഓർമ്മിക്കുക, ഇപ്പോൾ SC/ST വിദ്യാർത്ഥികൾക്ക് ഹോസ്റ്റൽ ഫീയോ അല്ലെങ്കിൽ സ്കോളർഷിപ്പോ കിട്ടാത്തത് കൊണ്ട് 2 വർഷമായി അവരുടെ പഠനം പോലും മുടങ്ങിയിരിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ ഗവൺമെൻറ്റിനേക്കാളും നല്ല ഗവൺമെൻറ് ആയിരുന്നു കേന്ദ്രത്തിലും സംസ്ഥാനത്തിലും എന്നോർക്കണം അന്ന്. അപ്പോൾ അങ്ങനെ ഈ കുട്ടി പറയുന്നു, ഈ കുട്ടി അങ്ങനെ പറഞ്ഞങ്ങ് എൻ്റെ കയ്യെ പിടിച്ച് പൊട്ടിക്കരയുന്നു. ഞാനും അന്ന് കല്യാണം ഒന്നും കഴിച്ചിട്ടില്ല. അങ്ങനെ പൊട്ടിക്കരഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, സാരയില്ല, നമുക്ക് എന്തെങ്കിലും ഒരു വഴി ഉണ്ടാക്കാം എന്ന് പറഞ്ഞു. എന്നിട്ട് ഞാൻ അതിന് വഴിയുണ്ടാക്കിയത് എങ്ങനെയാണ്, എൻ്റെ ഒപ്പം ആ റെസിഡൻറ്റ് ട്യൂട്ടേഴ്സായിട്ട് എല്ലാ വിങ്ങിലെ ടീച്ചേഴ്സിനെ അവർ പല കോളേജുകളിൽ നിന്നുള്ള ടീച്ചേഴ്സാണ്. ആ ടീച്ചേഴ്സിനെയൊക്കെ ഞങ്ങൾ ഒന്നിച്ചു ചേർന്ന സമയത്ത് ഇങ്ങനെ ഒരു ഇഷ്യൂ ഉണ്ട്, നമ്മൾക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് അവരോടൊക്കെ ചോദിച്ചപ്പോൾ അവരുമൊക്കെ ഈ പറഞ്ഞ കണക്ക് ആരും വലിയ പണക്കാരൊന്നുമല്ല. കോളേജ് ടീച്ചേഴ്സായിട്ടൊക്കെ വരുന്നവർ സാധാരണ ചുറ്റുപാടിൽ നിന്ന് നന്നായി പഠിച്ചു വരുന്നവരാണ് PSC കഴിഞ്ഞ് ഗവൺമെൻറ് സർവീസിലേക്ക് വരുന്നത്.
അപ്പോൾ അങ്ങനെയുള്ള ടീച്ചേഴ്സ് ആയിരുന്നു. പക്ഷെ അവർക്ക് അവർ സാധാരണ നിലവാരത്തിൽ നിന്ന് വരുന്നത് കൊണ്ട് അതിനേക്കാൾ ബുദ്ധിമുട്ടുള്ള ഒരു സാഹചര്യത്തിലെ കുട്ടിയുടെ ബുദ്ധിമുട്ട് പറഞ്ഞപ്പോൾ കൃത്യമായിട്ട് അവർക്ക് മനസ്സിലായി. അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടി ചേർന്ന് ഒരു ഫണ്ട് ഉണ്ടാക്കി ആ കുട്ടിക്ക് കൈമാറി. ആവശ്യത്തിന് വസ്ത്രം വാങ്ങുക, ടിക്കറ്റ് എടുക്കുക, ബോംബെ ചെന്ന് ട്രെയിനിങ് അണ്ടർഗോ ചെയ്യുക. അതൊക്കെ കഴിഞ്ഞ് നല്ല ജോലിയായി മിടുക്കിയായിട്ടിരിക്കണം. അപ്പോൾ പഠിത്തം എന്നുള്ളൊരു സങ്കടം. അപ്പോൾ ഞാൻ ആ കുട്ടിയോട് പറഞ്ഞു, നിനക്ക് പഠിച്ച ഡിഗ്രി എടുക്കാനോ പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിഗ്രി എടുക്കാനോ ഒന്നും ഒരു ബുദ്ധിമുട്ടുമില്ല. ഇന്ദിരാഗാന്ധി ഓപ്പൺ യൂണിവേഴ്സിറ്റി ഉണ്ട്, അല്ലെങ്കിൽ അതുപോലെ തന്നെ ചെയ്യാവുന്ന പല യൂണിവേഴ്സിറ്റികളും ഉണ്ട്. നേരിട്ട് അവിടെ പിന്നെ എൻറോൾ ചെയ്യാതെ തന്നെ പുറത്തു നിന്നുകൊണ്ട് ഡിഗ്രിയും പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിഗ്രിയും എടുക്കാവുന്ന ഒരുപാട് സംവിധാനങ്ങൾ ഇന്ത്യയിലുണ്ട്. അതുകൊണ്ട് അതേപ്പറ്റിയൊന്നും ഇപ്പം ആലോചിക്കേണ്ട. വീട്ടിലെ ബുദ്ധിമുട്ടുകൾ ഓർക്കുക, തനിക്കൊരു ജോലി കിട്ടുന്നു എന്ന് ഓർക്കുക. അങ്ങനെ സന്തോഷത്തോടെ പോയി ചെയ്യാൻ പറഞ്ഞ് ആ കുട്ടിയെ വിടുന്നു. അങ്ങനെ ആ കുട്ടി പോയി ചേർന്ന് പഠിച്ചോ. അവൾ ട്രെയിനിങ് കഴിഞ്ഞു, ജോലിയിൽ കയറി തിരിച്ച് നാട്ടിലെത്തിയപ്പോൾ ഞങ്ങൾക്ക് വേണ്ടി മുട്ടായിയും ഒക്കെ ആയിട്ട് വന്നു. അപ്പം ഞങ്ങൾ ആ മുട്ടായി ഓരോന്നെടുത്തിട്ട് ഞങ്ങൾ എല്ലാവരും കൂടെ ഈ കൂടെ ഉണ്ടായിരുന്നവർക്കൊക്കെ കൊടുക്കാൻ പറഞ്ഞ് വിടുന്നു. അങ്ങനെ സന്തോഷകരമാണ്. അപ്പോൾ ഇതൊക്കെ കാണിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ടീച്ചേഴ്സ് ആയിരിക്കുന്ന കാലത്ത് നമ്മുടെ വിദ്യാർത്ഥികളുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കി അവരുടെ ജീവിതത്തിലേക്ക് പതുക്കെ ഒരു ചെറിയ തിരി കൊളുത്തണം എന്ന് വിചാരിച്ചാൽ നമുക്ക് ഓരോരുത്തർക്കും കഴിയും. ആ ചെറുതിരി അവരുടെ ജീവിതത്തെ എന്നും പുഷ്പിച്ചു നിൽക്കുന്ന ഫ്രാഗ്രൻസ്, അതായത് സുഗന്ധം പരത്തി നിൽക്കുന്ന പൂക്കളാക്കി മാറ്റിമറിക്കും എന്നത് നാം ഓരോരുത്തരും ഓർക്കണം. അങ്ങനെ എൻ്റെ അഭിപ്രായത്തിൽ കുടുംബം, അതായത് മാതാപിതാക്കളുടെ സ്നേഹം അതേ അളവിലല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ, മറ്റു പല രീതികളിലായിട്ട് അധ്യാപകർക്ക് വിദ്യാർത്ഥികളിലേക്ക് പകർന്നു നൽകാൻ കഴിയും. അങ്ങനെ പകർന്നു നൽകിയാൽ മാത്രമാണ് ഒരു വ്യക്തി, ഒരു കുഞ്ഞായി പിറക്കുന്ന ആ കുഞ്ഞ് വളർന്ന് ഉത്തമ പൗരനായി ലോകത്തിന് മുഴുവനും പ്രകാശം പരത്തുന്ന ഒരു രശ്മിയായി മാറുകയുള്ളൂ. അതിലേക്ക് ഡോണ്ട് സ്പെയർ ദ റോഡ് ആൻഡ് സ്പോയിൽ ദ ചൈൽഡ് എന്നുള്ള നോക്കാതെ കുട്ടികളെ അടിക്കേണ്ട സമയത്ത് അടിച്ചു വളർത്തുക. അങ്ങനെ വളർത്തിയാൽ മാത്രമേ ഉത്തമ പൗരത്വത്തിലേക്ക് അവർ എത്തുകയുള്ളൂ.